വർഷങ്ങളായുള്ള തീരാ ദുരിതത്തിന്റെ കഥയാണ് പത്തനംതിട്ട ആവണിപ്പാറ നിവാസികൾക്ക് പറയാനുള്ളത്. യാത്രാ ദുരിതവും കുടിവെള്ള പ്രശ്നങ്ങളും അടക്കം പൊറുതിമുട്ടിയ ഗിരിജൻ കോളനിയിലേക്കാണ് ഇന്ന് പത്തനംതിട്ടയിലെ ടീം റൈഡ് ചെയ്തെത്തുന്നത്. പത്തനംതിട്ടയിലെ ഗിരിജൻ കോളനിയിൽ നിന്ന് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നത്തെ റൈഡ് റിപ്പോർട്ടറിന്റെ പത്തനംതിട്ടയിലെ യാത്ര ആവണിപ്പാറയിലേക്കാണ്. 36 ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര ചെയ്യുന്നത്. നമുക്ക് ആവണിപ്പാറ വരെ ഒന്ന് പോയി വരാം. ദുർഘട പാതയാണെങ്കിലും മനോഹരമായ വനയാത്ര ആസ്വദിക്കാം. അച്ഛൻ കോവിലാറിന്റെ തീരം ചേർന്ന മലമടക്കുകളിലൂടെ വണ്ടി ഓടിക്കണം. ചേട്ടാ, ആവണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഗിരിജൻ കോളനി എവിടെയാ? ഇവിടെയാ. അപ്പോൾ ഇത് 6 മുറിച്ചെടുക്കണം. ഇപ്പം 6 മുറിച്ചെടുക്കാം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പാടാം, ബുദ്ധിമുട്ടാണ്. ഒരു വള്ളമുണ്ട്, അതിലിതിരി ബുദ്ധിമുട്ടാണ് പോകാനും വരാനും. എന്നാലും നമ്മൾ പരമാവധി നമ്മൾ കൊണ്ടുപോകും, വരികയൊക്കെ ചെയ്യും. എന്തായാലും നമുക്ക് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ അവിടേക്കൊന്ന് പോയി നോക്കാം. അച്ഛൻ കോവിലാർ മുറിച്ചു കടന്നു വേണം 36 ആദിവാസി കുടുംബങ്ങൾക്ക് തങ്ങളുടെ വാസസ്ഥലത്തെത്താൻ. ചേട്ടാ, ഇതിപ്പോൾ എവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവരുന്നതാ? ഞങ്ങൾ അച്ഛൻ കോവിന്നു. 10ഓളം കിലോമീറ്റർ. ഇവിടുന്ന് 10 കിലോമീറ്റർ. ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഈ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നിങ്ങളുടെ കോന്നിയിലല്ലേ കിടക്കുന്നത്? കോന്നിയില. ഈ ആശുപത്രി കേസിനൊക്കെ എങ്ങോട്ടാ പോകും? കോന്നി പത്തനംതിട്ട. പക്ഷെ ആ റോഡ് ഭയങ്കര മോശമല്ലേ? ഭയങ്കര മോശമായിട്ട് കിടക്കും. ആ റോഡായിട്ടില്ല, പിന്നെ ജീപ്പുകൾ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. എത്രയോ അവിടേക്ക് ജീപ്പിന് വാടക വരും? ജീപ്പിന് ഇവിടെ കോന്നി വരെ 1600. 1600 രൂപ. പരാതികൾ നമ്മൾ ആരുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു? പരാതികൾ പറയാത്തൊരാരും ഇല്ല. എല്ലായിടത്തും നമ്മൾ പരാതിയും പേപ്പറുകളും എല്ലാം കൊടുത്തിരുന്നതാണ്. ഇതുവരെ അതിനായിട്ടുള്ള നടപടിയൊന്നും കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട ആവശ്യം പാലം തന്നെ. പാലം തന്നെ. ആ പാലം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിൽ ഇഞ്ഞ് പോകാന്ന് പറയുക. പിന്നെ അല്ലാതെ നമ്മൾ ഈ മഴക്കാലത്ത് ആയി കഴിഞ്ഞാൽ ഒരു വെള്ളം പിന്നെ ഉണ്ട്. അത് നല്ല വെള്ളമാണെങ്കിൽ വെള്ളം വിടാൻ ബുദ്ധിമുട്ടാണ്. കൊടും വേനലിൽ മാത്രമേ ഇവർക്കിങ്ങനെ പുഴ മുറിച്ചു കടന്ന ആവണിപ്പാറ ഗിരിജൻ കോളനിയിലേക്ക് എത്താനാകൂ. ഇത് പലപ്പോഴും നമുക്ക് ഇവിടുന്ന് കോളുകൾ വരാറുണ്ട്. ഇതുപോലെ വെള്ളം കയറിയ സമയത്ത് ഇവരങ്ങ് ഒറ്റപ്പെട്ടു പോകും. ഇത്രയും കുടുംബങ്ങൾ ഈ ഒറ്റപ്പെട്ട് ഈ ഒരു കാടിനോട് ചേർന്നുള്ള ഭാഗത്ത് അവർക്ക് പിന്നെ പുറം ലോകമായിട്ടൊരു ബന്ധമില്ല. ഒന്നെങ്കിൽ കോന്നി ബന്ധപ്പെടണം, അല്ലെങ്കിൽ അച്ചൻകോല്, അല്ലെങ്കിൽ പുല്ലൂർ. ഏതാണ്ട് 1500-2000 രൂപയോളം വേണം ഇവിടുന്ന് അവർ ജീപ്പ് വിളിച്ച് എല്ലാ ആളുകളും കുറേ ആളുകളെ കൂട്ടി അവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലർ പഞ്ചായത്തിലേക്കായിരിക്കും, ചിലർ വില്ലേജിലേക്കായിരിക്കും, ചിലർ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അവരൊരു കൂട്ടമായിട്ട് ചേർന്നാണ് ജീപ്പൊക്കെ വിളിച്ച് ഇവിടുന്ന് കോന്നിക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ വന്യമൃഗശല്യം, പിന്നെ പ്രധാന ഈ ഗതാഗതത്തിലെ ഈ ശോചനീയാവസ്ഥ, വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. വെള്ളം എങ്ങനെയാ ഉപയോഗിക്കാൻ പറ്റുന്നത്? പറ്റത്തില്ല. ഈ പ്രദേശത്തും ഈ അച്ചൻകോവിലാറിന് തീരത്തായിട്ടും വെള്ളം കുറവാണല്ലേ കിണറിലൊക്കെ? ഇല്ല. കോളനിയിലേക്കെത്താൻ പാലം എന്ന ആശയം വളരെ കാലം മുൻപ് തന്നെ ഭരണകൂടത്തിനു മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഒന്നും യാഥാർത്ഥ്യമായില്ല. എന്താവശ്യത്തിനും കോന്നിയെയും അരുവാപ്പുലത്തെയുമാണ് ഇന്നാട്ടുകാർ ആശ്രയിക്കുന്നത്. എങ്ങനെ പോകാറ്? അത് എല്ലാവരും ജീപ്പ് വിളിച്ച് പോകും. എല്ലാവരും അല്ല, ഇപ്പോൾ ഇവിടെ വയ്യാതായെങ്കിൽ പിള്ളേരും അങ്ങ് ആസ്ത്രി ജീപ്പ് വിളിച്ച് കൊണ്ടുപോയില്ല. പത്തനംതിട്ടയിലെ അരുവാപ്പുലം പഞ്ചായത്തിലെ 5ാം വാർഡാണ് ഈ പ്രദേശം. 73 വോട്ടുകളുള്ള ഇവർക്ക് വോട്ട് ചെയ്യാനായി മാത്രം സ്വന്തമായ പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ച് നൽകാറുണ്ട്. നല്ല റോഡ്, കുടിവെള്ളം, പാലം. ആവണിപ്പാറക്കാരുടെ ആവശ്യത്തിന് മുന്നിൽ സർക്കാർ കണ്ണടക്കരുത്. അവർ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ജീവിക്കേണ്ടവരാണ്. രതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.